ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 18ാമത്തെ ഡേ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുൻപ് ചെയ്തിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം, നിങ്ങൾക്ക് അതിലൂടെ കാണാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം ഏത്? ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം. ആൻസർ ഓപ്ഷൻ ബി 2013. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ച വർഷമാണ് 2013. അടുത്തത്, 2016 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏത്? 2016 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത്. ആൻസർ ഓപ്ഷൻ സി സർവീസസ്. 2016 സർവീസസ് ആണ് ഫുട്ബോൾ കിരീടം നേടിയത്. നിലവിലെ സന്തോഷ് ട്രോഫി ജേതാക്കൾ എന്നറിയപ്പെടുന്നതും സർവീസസ് തന്നെയാണ്. ഗോവയെ പരാജയപ്പെടുത്തിയാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം സർവീസസ് നേടിയത്. അടുത്തത്, ദേശീയ ശാസ്ത്ര ദിനം എന്ന്. ദേശീയ ശാസ്ത്ര ദിനം. ആൻസർ ഓപ്ഷൻ എ ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്ര ദിനം വരുന്നത് ഫെബ്രുവരി 28-ാം തീയതിയാണ്. അടുത്തത്, 14ാം കേരള നിയമസഭാ സ്പീക്കർ ആര്? 14ാം കേരള നിയമസഭാ സ്പീക്കർ. ആൻസർ ഓപ്ഷൻ ബി പി ശ്രീരാമകൃഷ്ണൻ. ശ്രീരാമകൃഷ്ണനാണ് 14ാം കേരള നിയമസഭാ സ്പീക്കർ. നിലവിലെ നിയമസഭാ സ്പീക്കർ എന്നറിയപ്പെടുന്നത് AN ഷംഷീറാണ്. അതായത് 15ാം നിയമസഭയിലെ കേരള നിയമസഭയിലെ നിയമസഭാ സ്പീക്കർ എന്നറിയപ്പെടുന്നത് AN ഷംഷീർ. അടുത്തത്, 500-ൻ്റെയും 1000-ൻ്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചത് എപ്പോൾ? 500-ൻ്റെയും 1000-ൻ്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചത്. ആൻസർ ഓപ്ഷൻ എ 2016 നവംബർ 8. 2016 നവംബർ 8-നാണ് 500-ൻ്റെയും 1000-ൻ്റെയും കറൻസി നോട്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചത്. അടുത്തത്, മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ഡി തിരൂർ. മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. അടുത്തത്, കേരളത്തിലെ ഭരണ പരിഷ്കരണ കമ്മിറ്റി ചെയർമാനായി നിയമിതനായത് ആര്? കേരളത്തിലെ ഭരണ പരിഷ്കരണ കമ്മിറ്റി ചെയർമാനായി നിയമിതനായത്. ആൻസർ ഓപ്ഷൻ എ VS അച്യുതാനന്ദൻ. ആ സമയത്ത് VS അച്യുതാനന്ദനാണ് കേരള ഭരണപരിഷ്കരണ കമ്മിറ്റി ചെയർമാനായി നിയമിതനായത്. അടുത്തത്, ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷം ആയി ആചരിച്ചത് എന്ന്. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷമായി ആചരിച്ചത്. ആൻസർ ഓപ്ഷൻ ഡി 2016. 2016 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയർ വർഷമായി ആചരിച്ചത്. അടുത്തത്, 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ആൻസർ ഓപ്ഷൻ ബി സി രാധാകൃഷ്ണൻ. സി രാധാകൃഷ്ണനാണ് 2016 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. നിലവിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ SK വസന്തനാണ്. ഡോക്ടർ SK വസന്തനാണ് അവസാനമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, റിയോ ഒളിമ്പിക്സിൽ ഏത് ഇനത്തിലാണ് ഇന്ത്യൻ താരം PV സിന്ധു വെള്ളി മെഡൽ നേടിയത്? റിയോ ഒളിമ്പിക്സിൽ ഏത് ഇനത്തിലാണ് ഇന്ത്യൻ താരം PV സിന്ധു വെള്ളി മെഡൽ നേടിയത്? ആൻസർ ഓപ്ഷൻ സി ബാഡ്മിൻ്റൺ. ബാഡ്മിൻ്റണിലാണ് റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ താരമായ PV സിന്ധു വെള്ളി മെഡൽ നേടിയത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. ആൻസർ ഓപ്ഷൻ എ സിന്ധു. സിന്ധു നദിയാണ് ഈ താഴെ തന്നിട്ടുള്ളവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. അടുത്തത്, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ആൻസർ ഓപ്ഷൻ സി ആനമുടി. ആനമുടിയാണ് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഭാഗം എന്നറിയപ്പെടുന്നത്. അടുത്തത്, രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം ഏത്? രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം. ആൻസർ ഓപ്ഷൻ ഡി ഒട്ടകം. ഒട്ടകമാണ് രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം. അടുത്തത്, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ആൻസർ ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. അടുത്തത്, ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ മാർച്ച് മുതൽ മെയ് വരെ. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ്. അടുത്തത്, ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ സി മേഘാലയ. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. അടുത്തത്, ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം എത്ര? ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ ബി 36. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം 36 എണ്ണമാണ്. അടുത്തത്, ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഇപ്പോൾ നിലവിലെ ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. മുമ്പ് ജമ്മു കാശ്മീർ ആയിരുന്നു. ജമ്മു കാശ്മീർ ഇപ്പം നിലവിലെ കേന്ദ്രഭരണ പ്രദേശമാണ്.
അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിലെ ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക്. ആൻസർ ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്തത് ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത്. ആൻസർ ഓപ്ഷൻ ഡി കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത്. അടുത്തത് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയതാര്? നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയത്. ആൻസർ ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയത്. അടുത്തത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതെന്ന്. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഡേറ്റ്. ആൻസർ ഓപ്ഷൻ ബി ജനുവരി 26. ജനുവരി 26 റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. അടുത്തത് രാജ്യസഭയുടെ അധ്യക്ഷൻ ആര്? രാജ്യസഭയുടെ അധ്യക്ഷൻ. ആൻസർ ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതിയാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അടുത്തത് നമ്മുടെ ദേശീയ മൃഗം ഏത്? നമ്മുടെ ദേശീയ മൃഗം. ആൻസർ ഓപ്ഷൻ ഡി കടുവ. കടുവയാണ് നമ്മുടെ ദേശീയ മൃഗം. അടുത്തത് ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത്? ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത്. ആൻസർ ഓപ്ഷൻ ബി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത്. അടുത്തത് വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോൾ? വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോൾ? ആൻസർ ഓപ്ഷൻ എ 2005. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അടുത്തത് നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം എന്ത്? നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം. ആൻസർ ഓപ്ഷൻ സി ചുവപ്പ്. ചുവപ്പ് നിറമാണ് നമ്മുടെ ദേശീയ പതാകയിലെ മുകളിലത്തെ നിറം വരുന്നത്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. ആൻസർ വരുന്നത് അരുൺകുമാർ മിശ്രയാണ്. ഇപ്പം നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് അരുൺകുമാർ മിശ്രയാണ്. അടുത്തത് നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം എത്ര? നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് വേണ്ട സമയം അല്ലെങ്കിൽ നിശ്ചയിച്ചിട്ടുള്ള സമയം. ആൻസർ ഓപ്ഷൻ സി 52 സെക്കൻഡ്. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് എടുക്കുന്ന സമയമാണ് 52 സെക്കൻഡ്. അടുത്തത് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം ഏത്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം. ആൻസർ ഓപ്ഷൻ എ ചമ്പാരൻ സമരം. ചമ്പാരൻ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം. അടുത്തത് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ആൻസർ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സംഭാവനയാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ആൻസർ ഓപ്ഷൻ ഡി അരുണ അസഫ് അലി. അരുണ അസഫ് അലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത് ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധി യുഗം എന്ന് അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ 1919 മുതൽ 1948 വരെയാണ്. ഇതിൽ തന്നിട്ടുള്ളത് 47 വരെ എന്ന് മാത്രമാണ്. ഗാന്ധി യുഗം വരുന്നത് 1919 മുതൽ 1948 വരെ, അതായത് ഗാന്ധിജി ഉണ്ടായിരുന്ന കാലഘട്ടം വരെ. അപ്പോൾ ആൻസർ അതാണ്, ഓപ്ഷൻ എ ആണ്, 1919 മുതൽ 1947 വരെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെയാണ്. അടുത്തത് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ആൻസർ ഓപ്ഷൻ ബി ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണാർത്ഥമാണ്. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണാർത്ഥമാണ്. അടുത്തത് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. അടുത്തത് 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുമ്പ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു? 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുൻപ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി പോർച്ചുഗൽ. 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുൻപ് ഗോവ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്നു. അടുത്തത് ദേശീയ തലസ്ഥാന പ്രദേശം ഏത്? ദേശീയ തലസ്ഥാന പ്രദേശം. ആൻസർ ഓപ്ഷൻ സി ഡൽഹി. ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡൽഹിയാണ്. അടുത്തത്
ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം ഏത്? ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ എ 1962. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം 1962. അടുത്തത്, ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമെന്ത്? ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം. ആൻസർ ഓപ്ഷൻ സി ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമായത്. അടുത്തത് മാത്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്, 10 ചോദ്യങ്ങളാണ് നോക്കുന്നത്. 60 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 60 × 5 ചെയ്താൽ മതി, 300 കിലോമീറ്റർ എന്ന് കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 300 കിലോമീറ്റർ ആണ്. അടുത്തത് 901 × 15, 89 × 15, 10 × 15 ഇവ ഗുണിച്ച് കിട്ടുന്നത് ഡാഷ് ഇൻറ്റു 15 തുല്യമാണ്. എത്ര ഇൻറ്റു 15 തുല്യമാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ 1000. 1000 × 15 തുല്യമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത്, ഏറ്റവും വലിയ 3 അക്ക ഒറ്റ സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഏറ്റവും ചെറിയ 3 അക്ക ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 999 ആണ്. ഏറ്റവും ചെറിയ 4 അക്ക ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം ആൻസർ 1 ആണ് അല്ലേ. 999 1000 1 വ്യത്യാസം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1. അടുത്തത്, ഒരാൾ നടക്കാനിറങ്ങിയാൽ ആകെ 1 കിലോമീറ്റർ നടക്കും. ഓരോ 100 മീറ്റർ നടന്നാൽ ഇടത്തോട്ട് തിരിഞ്ഞ് നടക്കും. ആദ്യത്തെ 100 മീറ്റർ നടന്നത് കിഴക്ക് ദിശയിലാണ്. ഇനി നടക്കേണ്ടത് ഏത് ദിശയിലേക്ക് എന്നാണ് ചോദ്യം. ഇതിൽ തന്നിട്ടുള്ളത് എന്താണ്? ഓരോ 100 മീറ്റർ കഴിഞ്ഞാലും ഇടത്തേക്ക് തിരിയുമെന്നാണ്. ആദ്യം നടന്നത് കിഴക്ക് ദിശയിലേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? നേരെ ഇടതുവശം. കിഴക്കിൻ്റെ ഇടതുവശം വരുന്നത് വടക്ക് ദിശയിലാണ് അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വടക്ക് ദിശയിൽ. അടുത്തത്, 200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 250 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 200 രൂപയ്ക്കാണ് വാങ്ങിച്ചത്, 250 വിറ്റ്. നോർമലായാണ് തന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 25%. 25% കൂടുതലായി വരുന്നത്. 200ൻ്റെ 25%മാണ് 50 എന്ന് പറയുന്നത്. അടുത്തത്, 0.35 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യ രൂപം ഏത്? 0.35 എന്ന സംഖ്യയുടെ ഭിന്നസംഖ്യ രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി 7/20. 7/20 ആണ് 0.35 എന്നതിൻ്റെ ദശാംശ സംഖ്യയായി വരുന്നത്. അടുത്തത്, ഒരു സൈക്കിൾ ചക്രം 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ 4 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് എത്ര പ്രാവശ്യം കറങ്ങേണ്ടി വരും എന്നാണ് ചോദ്യം. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1250 വരുന്നത്. അതായത് 10 പ്രാവശ്യം കറങ്ങിയാൽ 32 മീറ്റർ എത്തുമെങ്കിൽ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. അപ്പോൾ അതിനെ 1000നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1250 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ സി 1250. അടുത്തത്, 2 + 16 ഹരിക്കണം 2 × 4 - 5 എത്ര? ഇത് ബോർഡ് മാസ് ആണ് വരുന്നത്. ആൻസർ 29 ആണ്. ആൻസർ വരുന്നത് 29. ബോർഡ് മാസ് ചെയ്ത് നോക്കിയാൽ കിട്ടും. 29 ആണ് ആൻസർ വരുന്നത്. അടുത്തത്, ZBA, YCA, XDC ഡാഷ് ഇവയുടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അതിൽ അടുത്തത് ഏതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വെഡ് എന്നാണ്, WED എന്നാണ്. അടുത്തത്, തീയതി കലണ്ടർ, സമയം ഡാഷ്. അപ്പോൾ സമയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദ്യം. തീയതി നോക്കുന്നത് കലണ്ടറിലാണ്, സമയം നോക്കുന്നത് ക്ലോക്കിലാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ക്ലോക്കാണ് ആൻസറായി വരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 18ാമത്തെ ഡേ ആണ്. 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്, മാത്സ് അടക്കം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത പാർട്ടുമായി വീണ്ടും കാണാം.